അധികാരമേറി ഒരു മാസം തികയും മുൻപ് തന്നെ ജനവഞ്ചനയുടെയും കൂട്ട യൂട്ടേണുകളുടെയും റെക്കോർഡുമായാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ടു പോകുന്നത്. പ്രഖ്യാപിച്ച നിലപാടുകളിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞ് ആദ്യ ബജറ്റിലൂടെ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് പുതിയ സർക്കാർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ബജറ്റ് അവതരണം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല. മുൻപ് നിലപാടുകളുടെ രാജകുമാരൻ എന്ന ടൈറ്റിലിൽ വമ്പൻ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിയ സതീശനാണ് വെറും 30 ദിവസം കൊണ്ട് യു-ടേൺ സതീശനായി മാറിയതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന പ്രധാന ആക്ഷേപം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് വൻ അഴിമതിയാണെന്ന് വാദിച്ച വ്യക്തിയാണ് വി.ഡി. സതീശൻ. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ ബജറ്റിൽ പകുതിയിലേറെ നികുതി കുറച്ചാണ് മദ്യകമ്പനികൾക്ക് കോടികളുടെ ലാഭം അദ്ദേഹം ഉറപ്പാക്കിയത്. നിലപാടുകളിൽ വൻതോതിൽ വെള്ളം ചേർത്ത ഈ നീക്കം മാത്രം മതി അണിയറയിലെ അവിശുദ്ധ കൂട്ടുകെട്ട് മനസ്സിലാക്കാൻ. ജനപ്രിയ വാഗ്ദാനങ്ങളുടെ കാര്യത്തിലും കടുത്ത കബളിപ്പിക്കലാണ് നടന്നത്. ആദ്യ ബജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന വലിയ പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിൻവാങ്ങി. സ്ത്രീകൾക്ക് ഏത് ബസ്സിലും സൗജന്യ യാത്ര എന്നതായിരുന്നു വാഗ്ദാനമെങ്കിൽ ബജറ്റ് വന്നപ്പോൾ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഒതുക്കി കണ്ണിൽ പൊടിയിട്ടു. സർക്കാർ ജീവനക്കാർക്കായി ബജറ്റിൽ വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന അവകാശവാദം വെറും തള്ളായി മാറിയതോടെ തങ്ങളെ വിഡ്ഢികളാക്കി സർക്കാരിനെതിരെ NGO അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളിൽ അമർഷം പുകയുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് കൂടുതൽ നൽകുമെന്ന് ഉറപ്പു നൽകിയ സർക്കാർ ഈ ബജറ്റിൽ 1534 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. സാമ്പത്തിക മാനേജ്മെന്റ് കാര്യത്തിലും കള്ളക്കണക്കുകളാണ് സർക്കാർ നിരത്തിയത്. കേരളം കടം കയറി മുടിഞ്ഞുവെന്നും തങ്ങൾ അധികാരത്തിൽ വന്നാൽ കടം കുറയ്ക്കുമെന്നും അവകാശപ്പെട്ട സതീശൻ സർക്കാർ കഴിഞ്ഞ ബജറ്റിനേക്കാൾ 1000 കോടി രൂപയുടെ അധിക കടമാണ് ഈ ബജറ്റിൽ വകയിരുത്തിയത്. 25,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ച് ഖജനാവ് നിറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചവർ 2 ലക്ഷം രൂപ വരെയുള്ള നികുതി കുടിശ്ശിക മുഴുവൻ ഒഴിവാക്കിക്കൊടുത്ത് തങ്ങളുടെ വാക്കിന് ഒരു വിലയുമില്ലെന്ന് തെളിയിച്ചു. സ്വർണത്തിൽ നിന്ന് 15,000 കോടി രൂപയും IGST വഴി 25,000 കോടിയും അധികം കണ്ടെത്തുമെന്ന അവകാശവാദങ്ങളിലും ബജറ്റ് ഇപ്പോൾ സമ്പൂർണ്ണ മൗനം പാലിക്കുകയാണ്. അതുപോലെ തന്നെ പെട്രോളിയം അധിക നികുതി കുറയ്ക്കുമെന്ന് അധികാരമേൽക്കും മുൻപ് പറഞ്ഞവർ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ 1190 കോടി രൂപ സർക്കാരിലേക്ക് ലാഭമായി എത്തുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് വൻ വിലക്കയറ്റത്തിന്റെ ഭാരമായി മാറുകയാണ്. വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നും സർക്കാർ യു-ടേൺ അടിച്ചതോടെ ഈ മേഖലയെ വിശ്വസിച്ച യുവാക്കളും സംരംഭകരും വഞ്ചിക്കപ്പെട്ടു. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും ഇതേ മലക്കം മറിച്ചിലാണ് രാജ്യം കണ്ടത്. മുഖ്യമന്ത്രിയാകും മുൻപ് വി.ഡി. സതീശൻ ഉയർത്തിയ വലിയ നിലപാടുകളെല്ലാം വെറും തെരഞ്ഞെടുപ്പ് അജണ്ടകൾ മാത്രമായിരുന്നുവെന്ന് ഒരു മാസം കൊണ്ട് വ്യക്തമായിരിക്കുകയാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശനായി സത്യപ്രതിജ്ഞ ചെയ്തയാൾ വെറും 30 ദിവസം കൊണ്ട് ജനങ്ങൾക്കിടയിൽ യു.ഡി. സതീശനായി മാറിയിരിക്കുന്നു. വരും മാസങ്ങളിൽ ജനങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ വിസ്മയങ്ങളും കബളിപ്പിക്കലുകളുമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. ബാക്കി കാത്തിരുന്ന് കാണാം.